എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 ഇൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കും എക്സാം അനാലിസിസുമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. കാറ്റഗറി നമ്പർ 194/2024, 482/2024 എന്നിങ്ങനെയുള്ള കാറ്റഗറികളിലാണ് എക്സാം നടത്തിയത്. 100 മാർക്കിൻ്റെ OMR എക്സാമാണ് നടത്തപ്പെട്ടത്. ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫുഡ് കെമിസ്ട്രി, ഫുഡ് മൈക്രോബയോളജി, ഫുഡ് ടെക്നോളജി, ഫുഡ് എൻജിനീയറിങ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ലാബോറട്ടറി ഇക്കോസിസ്റ്റം, FSSAI, ഫുഡ് ക്വാളിറ്റി അനാലിസിസ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ്. അപ്പോൾ ഫുഡ് കെമിസ്ട്രിയിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു 7 to 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആവറേജ് 7 എടുക്കുക. ഫുഡ് മൈക്രോബയോളജിയിൽ നിന്നും 10 മാർക്ക്, ഒരു 8 മാർക്ക് അവിടെ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഫുഡ് ടെക്നോളജിയിൽ നിന്നും 10 മാർക്ക്, അവിടെയും ഒരു 6 to 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാകും. അടുത്ത ഫുഡ് എൻജിനീയറിങ്ങിൽ നിന്നും 10 ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാകും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, 25. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു 18 to 20 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലാബോറട്ടറി ഇക്കോസിസ്റ്റം ഓഫ് FSSAI. ഇതിൽ നിന്നും ഒരു 6 to 7 മാർക്ക് റേഞ്ചിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവും. അടുത്തത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ജനറൽ നോളജ്, അതേപോലെ ഫുഡ് ക്വാളിറ്റി അനാലിസിസിൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു 11 to 12 ക്വസ്റ്റ്യൻസ് എങ്കിലും സ്കോർ ചെയ്യാവുന്നതാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 10 7 മാർക്ക് സ്കോർ ചെയ്യാം. ഇങ്ങനെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ഓഫ് മാർക്കിൻ്റെ റേഞ്ച് വരുന്നത് ഒരു 70 to 76 ആണ്. ഈ ഒരു റേഞ്ചിൽ മാർക്ക് ലഭിച്ചവർക്ക് നല്ല സാധ്യതയാണ് ഉള്ളത്. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. താങ്ക് യു.